ദൂതഗണങ്ങൾ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നു. फरिश्ते लोग जो कि आराधना करते हुए खड़े हैं. വിശുദ്ധന്മാരുടെ സംഘം കർത്താവിന് ചുറ്റുമിരിക്കുന്നു. पवित्र लोगों का मंडली जो कि यीशु का चारों ओर बैठे हैं. ലോകത്തിൽ ജനിച്ചു മരിച്ചവരെല്ലാം മുട്ടുമടക്കി കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നു. संसार में जितनों ने जन्म लिया उन तमामों ने घुटने टेकते हुए यीशु का सिंहासन के सामने डरते कांपते हैं. ന്യായവിധിക്ക് വേണ്ടി ഓരോ വ്യക്തികളുടെയും പേര് വിളിച്ചവരെ മുൻപോട്ട് കൊണ്ടുവരുന്നു. न्याय के लिए एक एक व्यक्ति का नाम बुलाते हैं, उनको आगे लाते हैं. പ്രശസ്തനായ ഒരു മനുഷ്യനെ ദൂതൻ ന്യായവിധിക്ക് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. एक महान व्यक्ति को न्याय के लिए परमेश्वर यीशु ने नाम लेकर पुकारते हैं, फरिश्ता उनको सामने लाते हैं. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരുപക്ഷെ ആ പേരുകാർ ആരെങ്കിലും എന്റെ ശ്രോതാക്കളിൽ ഉണ്ടെങ്കിലോ. मैं उस व्यक्ति का नाम नहीं बोलता क्योंकि मुझे सुनने वालों में से ऐसे नाम वाला बेशक कोई होगा तो. അത്യജാലിക്കത്തെ കണ്ണുള്ള, आग कमान जो आंख वाले, മാറത്ത് പങ്കിച്ച ധരിച്ച, जो छाती पर सोने का चादर, വെള്ളോട്ടര സദൃശമായ കാലുള്ള, जो सफेद पावों से, അരുണോദയ സൂര്യനെ പോലെ മുഖശോഭയുള്ള, जो चमकने वाला सूरज का आनंद शोभा देने वाला, പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെ ശബ്ദമുള്ള, बड़ी पानी का गर्जन कमान का आवाज देने वाला ന്യായാധിപനായ യേശുവിന്റെ അടുക്കിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരികയാണ്. न्यायकर्ता यीशु का सामने उस व्यक्ति को लाया जाता है. കർത്താവിനോട് ചോദിക്കുന്നു, प्रभु उनसे पूछते हैं, ഹേ മനുഷ്യ, हे मनुष्य, നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? तेरा जीवन कैसे था धरती पर? നീ സ്വർഗത്തിൽ പോകുവാൻ യോഗ്യനാണോ? क्या तू स्वर्ग में जाने का लायक है? നീ നരകത്തിൽ പോകുവാൻ യോഗ്യനാണോ? क्या तू नरक में जाने का लायक है? അവൻ പറയുന്നു, वो कहते हैं, കർത്താവേ, ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല, ओ प्रभु मैं कोई दोष नहीं किया, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, मैं कोई पाप नहीं किया, ഞാൻ അനേക നന്മകൾ അനേകർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, और सारे के लिए बहुत से भलाइयां मैंने किया, എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം എന്നെ സ്നേഹമായിരുന്നു, मेरा देश का लोगों के लिए और घराने का लोग मुझे प्यार करते थे. അവന്റെ ഭാര്യയും അവന്റെ മാതാപിതാക്കളും മക്കളും സ്നേഹിതരും ചാർച്ചക്കാരും എല്ലാം അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. उनका पत्नी, बच्चे और उनका आस पड़ोस का लोग, रिश्तेदार लोग इन बातों को देखते खड़े हैं. ഞാനും നിങ്ങളുമെല്ലാം അവിടെ ഇത് കണ്ടും കേട്ടും നിൽക്കുകയാണ്. मैं और आप लोग भी इन बातों को देखते सुनते खड़े हैं. കർത്താവിന്റെ ജീവചരിത്രം പ്രദർശിപ്പിക്കുവാനായിട്ട് प्रभु उनका जिंदगी का इतिहास को निकालने के लिए ദൂതൻ അനുവാദം കൊടുക്കുന്നു. फरिश्ते को अनुमति देते हैं. വെള്ളസിംഹാസനത്തിന്റെ മുൻപിലുള്ള സ്ക്രീനിൽ सफेद सिंहासन का सामने का जो सफेद स्क्रीन में ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികൾ പ്രദർശിപ്പിക്കുവാൻ പോകുകയാണ്. इस इंसान जब धरती में जीवित रहेगा तब किया वो सारे कामों को वहां पर प्रकट किया जाते हैं. ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഇവിടെ വീഡിയോ ക്യാമറകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हम यहाँ पर इस वक्त देने वाला भाषण जो है वीडियो कैमरा में रिकॉर्ड किया जाता है. ഞങ്ങൾ പറയുന്ന തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് റെക്കോർഡ് ചെയ്യും. मैम जो गलत या ठीक बोलते हैं सारे रिकॉर्ड करते हैं. 3 വർഷം കഴിഞ്ഞ് ഈ കാസറ്റ് വാച്ച് ചെയ്താൽ ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. 100 साल के बाद इस कैसेट को वॉच करेगा तो अभी जैसे हम हैं वैसे ही दिखाई देगा. പിന്നെ അന്ന് ഞങ്ങളുടെ രൂപം ഇതുപോലെ ആയിരിക്കും. लेकिन उस समय हमारा शक्ल ऐसे नहीं होगा. 1987 ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ വീഡിയോ കാസറ്റ് ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടു. 1987 में अमेरिका में मैंने प्रचार किया हुआ एक प्रचार का वीडियो कैसेट इन्हीं दिनों में मैंने देखा. ഞാൻ തന്നെയാണോ എന്നെനിക്ക് തന്നെ തോന്നിപ്പോയി. എന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. मुझे अपने आप को शक आ गया, क्या ये सच में मैं हूँ? क्योंकि मुझ पर बहुत फर्क आ गया. പക്ഷെ 1987 റെക്കോർഡ് ചെയ്യുന്നപ്പോൾ എന്റെ പ്രായം, ഞാൻ ഇട്ടിരുന്ന ഷർട്ട്, എന്റെ ഹെയർ സ്റ്റൈല്, എന്റെ വേഷം, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. 1987 में जो रिकॉर्ड किया गया हुआ अनुभव में से अब कोई परिवर्तन वीडियो में नहीं आया. മനുഷ്യന്റെ വീഡിയോ ക്യാമറകൾക്ക് ഇപ്രകാരം റെക്കോർഡ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഈ വീഡിയോ ക്യാമറകളെ ഉണ്ടാക്കുവാൻ ജ്ഞാനം കൊടുത്ത ദൈവത്തിന്റെ ക്യാമറയ്ക്ക്, അവിടുത്തെ കാസറ്റിന് അതിന്റെ റെക്കോർഡിംഗ് എത്ര പെർഫെക്റ്റ് ആയിരിക്കും. मनुष्य का तमाम बातों को रिकॉर्ड करने के लिए ये वीडियो कैमरा में कुदरत आई तो मनुष्य को इस दिमाग दिया हुआ परमेश्वर ने बनाया हुआ वीडियो कैमरा के अंदर मनुष्य का इतिहास कितना साफ होंगे. ഈ മഹാനായ മനുഷ്യന്റെ ജീവചരിത്രം തെളിയിക്കുകയാണ് ശ്രീലങ്കയിലാണ് സംഭവം. इस महान व्यक्ति का इतिहास जो है क्या अब वर्णन कराते हैं. मान लीजिए श्रीलंका में है ഒരു വലിയ കൊട്ടാരം, एक बहुत बड़ी महल,
അദ്ദേഹം തന്റെ ഭാര്യയുടെ കിടക്കയ്ക്ക് അടുത്തിരിക്കുന്നു. उन्होंने अपने पत्नी का बिस्तर के सामने बैठा है. അവൾ മരിക്കാൻ പോകുകയാണ്. वो मरने जा रहे हैं. അവളുടെ കണ്ണുകൾ അടയുന്നു. उनकी आंख जो है बंद होने लगा. അവളുടെ പല്ലുകൾ കോർക്കുന്നു. उनकी दांतें जो है एक साथ चिपट जाते हैं. അവളുടെ കൈകാലുകൾ വിറയ്ക്കുന്നു. हाथ और पैर कांपते हैं. ആ സഹോദരി മരിക്കുന്നു. वो बहन जो है मर रहे. ഗംഭീരമായൊരു ശവസംസ്കാരം നടക്കുന്നു. एक भयानक और बहुत महान एक संस्कार वहां पर हो रहे. ഉന്നതന്മാർ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. बड़े बड़े लोग आकर उस आदमी को आश्वासन देते हैं. അദ്ദേഹം അവരുടെ മുൻപിൽ പൊട്ടിക്കരയുന്നു. उनका सामने वो व्यक्ति आंसू बहाकर रोते हैं. ഈ രംഗം വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ കാണുമ്പോൾ അന്ന് മരിച്ച തന്റെ ഭാര്യയും ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. इस अनुभव जो है न्याय का सिंहासन का सामने जो तरंग में देखा जाने का समय पर उनकी पत्नी भी इस बात को देखते हैं. തന്നെ ആശ്വസിപ്പിക്കുന്നവരും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. उनको आश्वासन दिया हुआ लोग भी उस बात को देखते हैं. താനും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. अपने आप भी वो बात देखते हैं. പക്ഷേ തന്റെ മുഖത്തിനെന്തോ ഒരു അസ്വസ്ഥത. लेकिन उस समय पर उनके चेहरे पर कुछ परिवर्तन. ശവസംസ്കാരം നടക്കുന്നു. वो फ्यूनरल हो रहा है. ചില ആഴ്ചകൾക്ക് ശേഷം कुछ हफ्ता के बाद അദ്ദേഹം വിവാഹിതനാകുന്നു. फिर से शादी कर रहे हैं. സന്തോഷമായി കഴിയുന്നു. बड़ी खुशी से जीवन बिता रहे. എന്താണ് അദ്ദേഹം ചെയ്തത്? लेकिन उसने क्या गलती किया? ഒന്നുമില്ല. कुछ नहीं. കർത്താവ് ദൂതനോട് പറയുന്നു, प्रभु ने फरिश्ते से कहते हैं ആ സ്ത്രീ മരിച്ച ചരിത്രം ഒന്നുകൂടെ കാണിക്കൂ. उस स्त्री जो मर गया हुआ इतिहास को फिर से दिखाओ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഷുഗർ രോഗിയായിരുന്നു. उनकी पहला पत्नी जो है शुगर का बीमार वाली थी. ബുദ്ധിമാനായ മനുഷ്യൻ ഷുഗർ കുറയുവാൻ ഇൻസുലിൻ കൂടുതൽ കൊടുത്ത് അവളെ കൊല്ലുകയായിരുന്നു. अक्लमंद आदमी अपनी पत्नी को इंसुलिन जो है ज्यादा तौर से देकर उसको मार डाल रहे थे. താൻ പ്രേമിച്ചിരുന്ന ഒരു യുവതിയെ വിവാഹം കഴിക്കേണ്ടതിന് തന്റെ ഭാര്യയ്ക്ക് ഇൻസുലിൻ കൂടുതൽ കൊടുത്ത് ഷുഗർ ഡൗൺ ആക്കി അയാൾ അവളെ കൊല്ലുകയായിരുന്നു. उसने उस समय पर प्रेम किया हुआ एक युवती को अपना पत्नी बनाने का नाते अपने पहले पत्नी को इंसुलिन ज्यादा तौर से देकर उनका शुगर डाउन कराकर उसको मार डाल दिया. അതാരും അറിഞ്ഞിരുന്നില്ല. वो कोई नहीं जाना था. സ്വർഗം അത് റെക്കോർഡ് ചെയ്തിരുന്നു. लेकिन स्वर्ग ने उसको रिकॉर्ड किया गया. അയാളുടെ ഭാര്യ പോലും അത് അറിഞ്ഞിരുന്നില്ല. उसकी पत्नी भी वो नहीं जानी थी. ഈ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ അവൾ മരിച്ച ചരിത്രം കണ്ട് അത്ഭുതപ്പെടുകയാണ്. इस सिंहासन का सामने उसने उस स्त्री ने जो मरा हुआ तजुर्बा को देखते हुए वो भी अजंबा हो रही है. തന്നെ വളരെയധികം ആഴമായി സ്നേഹിച്ച തന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ കാപട്യം അവൾ മനസ്സിലാക്കുകയാണ്. बड़ी गहराई से उनको प्यार किया गया हुआ अपनी पति का जो चालाकी और धोखेबाजी को उसने वहां पर मालूम किया. ന്യായാധിപന്റെ കണ്ണുകൾ അത്തിയാല പോലെ തിളങ്ങുന്നു. न्याय सिंहासन पर बैठने वाले की आंख जो है आंख के महारथ चमकने लगा. ഹേ മനുഷ്യ, हे मनुष्य, നീ സ്വർഗരാജ്യത്തിന് യോഗ്യനോ? क्या तू स्वर्ग राज का लायक है? ഭൂതഗണങ്ങൾ അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. सारे फिस्ते मिलकर उनको नरक की ओर खींच कर ले जाते हैं. 50 സങ്കീർത്തനം 21 വാക്യം. 50 भजन संगीता उसकी 21वीं भजन. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളതെന്ന് നീ നിരൂപിച്ചു. इन बातों को तू करने के बाद भी मैं चुप रहने का कारण तूने सोचा मैं भी तेरे मानंद हूं. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുൻപിൽ അവയെ നിരത്തി. लेकिन मैं तुम्हें ढांढ कर तेरा तमाम गलतियों को तेरा नजर के सामने मेरे खुलम गुला रखेगा. ഈ ന്യായപീഠത്തിൽ വക്കീലന്മാരില്ല, सिंहासन पर जो वाद विवाद करने के लिए कोई एडवोकेट नहीं, तो वकील नहीं. നീ കൊലപാതകം ചെയ്തോ ഇല്ലയോ, വ്യഭിചാരം ചെയ്തോ ഇല്ലയോ എന്നവിടെ ചോദ്യമില്ല. तूने क्या खूनी किया या व्यभिचार किया करके कोई सवाल वहां पर होते ही नहीं. എല്ലാം അവിടെ അവന്റെ മുൻപിൽ അവൻ കാണിക്കുകയാണ്. क्योंकि सारे बात जो है उनके अपने सामने खुल्लम खुल्ला दिखाते हैं. വെടിവെച്ചു കൊന്നതാണെങ്കിൽ यदि जो है आपने पटाखा मार डाल दिया, കത്തി കൊണ്ട് കുത്തിക്കൊന്നതാണെങ്കിൽ, छुरा से मार डाल दिया तो, അല്ല വാടക ഗുണ്ടകളെ അയച്ച് കൊല്ലിച്ചതാണെങ്കിൽ, नहीं तो जो गुलाबी गुंडा से आपने मार डालवा दिया तो, അതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാവരുടെയും മുൻപിൽ കാണിച്ചതിന് ശേഷമാണ്
ന്യായവിധി നടക്കുന്നത്. तमाम बातों को बड़ी साफ साफ जो कि सबके नजर पर दिखाने के बाद ही न्याय किया जाता है. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. लेकिन आज से जितनों ने मसीह यीशु में उनके ऊपर कोई सजा का हुक्म नहीं है. हालेलुया, 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 हालेलुया.